പ്രിയപ്പെട്ട വയലും വീടും ശ്രോതാക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആകെത്തുകയാണ് ജൈവ വൈവിധ്യം. മണ്ണിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ മുതൽ കടലിലെ ഏറ്റവും വലിയ തിമിംഗലം വരെയുള്ള ഭൂമിയുടെ ഓരോ ജീവരൂപവും ജൈവ വൈവിധ്യത്തിന്റെ ഒരു ഘടകമാണ്. എന്നാൽ ജൈവ വൈവിധ്യം വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ജൈവ വൈവിധ്യം എന്നത് ഈ ജീവരൂപങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധവുമാണ്. മനുഷ്യർ ജൈവ വൈവിധ്യ സമൂഹത്തിലെ ഒരു പ്രധാന അംഗമാണ്. നമ്മുടെ സ്വന്തം സാംസ്കാരിക വൈവിധ്യം പ്രാദേശിക ജൈവ വൈവിധ്യത്തിന്റെ ഒരു ഉൽപ്പന്നമാണെന്ന് കൂടുതലായി അംഗീകരിക്കപ്പെടുന്നു. ഭൂമിയുടെ ജൈവ വൈവിധ്യമാണ് അതിന്റെ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ആവശ്യമുള്ളതുമായ വിഭവം. ജൈവ വൈവിധ്യം ഭൂമിയുടെ ജൈവമണ്ഡലത്തിന്റെ പ്രാഥമിക ഉറവിടമാണ്. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. ജൈവ വൈവിധ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി ആവാസ വ്യവസ്ഥയുടെ നഷ്ടമാണ്. കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6 വ്യാഴാഴ്ച നടത്തിയ ജൈവ വൈവിധ്യ ദേശീയ സെമിനാറിൽ ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടു. ജൈവ വൈവിധ്യ മേഖലയിലെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ഇതിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ചില ഭാഗങ്ങളാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ. ജൈവ വൈവിധ്യ സംരക്ഷണം ആഗോളതലത്തിൽ നിന്നും പ്രാദേശിക തലത്തിലേക്ക് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം കൺസർവേറ്റർ ആർ കീർത്തി IFS. ഗ്ലോബൽ ടു ലോക്കൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഇനീഷ്യേറ്റീവ്സും നമ്മുടെ രാജ്യത്തിലും നമ്മുടെ സ്റ്റേറ്റിലും നടക്കുന്ന ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുള്ള ഓരോ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് ആണ്. വളരെ ജനറൽ ടോപ്പിക്കാണ്. അപ്പം വളരെ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇനീഷ്യേറ്റീവ്സ്, what are all the citizen centric programs, what are all the citizen science programs, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായി ചെയ്യുന്നത്. പല പല വിങ്സ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി ബോർഡുണ്ട്, വനം വകുപ്പുണ്ട്. എല്ലാവരും ചേർന്ന് ഒരുപാട് കൺസർവേഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. സോ ഫസ്റ്റ് ലെറ്റ് us go into, നമുക്കറിയാം there is a state of forest report. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. MOEF. ആ MOEF ഈ വർഷം 2023 സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട്, അത് പറഞ്ഞാൽ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്, ട്രീ കവറിൻ്റെ അവസ്ഥ എന്താണ്, ട്രീ ഔട്ട്സൈഡ് ദ ഫോറസ്റ്റിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ഒരു റെക്കോർഡാണത്, ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ഓഫ് ദി കൺട്രി എന്നുള്ളത്, ഇറ്റ് ഈസ് ജസ്റ്റ് 25.17% ഓഫ് ദി ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി കൺട്രി. 25.17% ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി കൺട്രിയാണ് നമ്മുടെ ഇപ്പോഴുള്ള ടോട്ടൽ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ICFR, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023. പിന്നെ അതിനകത്ത് പറയുന്ന ഇപ്പോഴത്തെ അസസ്മെന്റ് ഷോസ് എൻ ഇൻക്രീസ് ഓഫ് 156.41 km² ഇൻ ദ ഫോറസ്റ്റ് കവർ അറ്റ് നാഷണൽ ലെവൽ. So Western Ghats eco-sensitive areas occupies an area of approximately 60,285.61 km². So അത് മാത്രമല്ല ഇവരുടെ ഒരു ഡെക്കാഡൽ അനാലിസിസ് ഉണ്ട്. എവറി 10 yearsൽ അവർ അനലൈസ് ചെയ്യും. ആൻഡ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് there has been an overall loss of 58.22 km² in forest area during the last 10 years in Western Ghats eco-sensitive area.
പിന്നെ ടോട്ടൽ മാംഗ്രൂവ് കവർ ഓഫ് ദി കൺട്രി ഈസ് 4,991.68 kilometer square, which accounts for 0.15% of country's total geographical area. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻസ് ആണ്. വാട്ട് ഈസ് ദ പ്രസന്റ് ഫോറസ്റ്റ് കവർ ഓഫ് ദി കൺട്രി, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ളത്. സോ വാട്ട് ആർ ദ വേരിയസ് ഇനീഷ്യേറ്റീവ്സ് ഡൺ ഗ്ലോബലി ടു ഇൻക്രീസ് ഗ്രീനിങ്? ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ്. ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ്സ് എന്നുള്ളത് ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രീൻ ക്രെഡിറ്റ് സിസ്റ്റം. ഇറ്റ്സ് എ ഷെയറിംഗ് എൻവയോൺമെൻറ്റൽ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസുകൾ, പോളിസി മേക്കിംഗ് അതെല്ലാം ചർച്ച ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ്. ഇതെല്ലാം ഇൻ്റർനാഷണൽ ലെവലിൽ ഗ്രീനിങ്ങിന് വേണ്ടി ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ഗ്രീൻ എക്കോണമി ഇനീഷ്യേറ്റീവ് അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പ്രോഗ്രാമാണ്. റിന്യൂവബിൾ എനർജി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, സോളാർ, വിൻഡ് പവർ, അങ്ങനത്തെയുള്ള റിന്യൂവബിൾ എനർജീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇനീഷ്യേറ്റീവാണ് ഗ്രീൻ എക്കോണമി ഇനീഷ്യേറ്റീവ്. പിന്നെ ഗ്രീനിങ് എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്പ് അത് യുനെസ്കോൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അത് നമ്മൾ എല്ലാ ആൾക്കാരെയും, കുട്ടികൾ മുതൽക്ക് എല്ലാവർക്കും ഒരു സ്കിൽ ട്രെയിനിങ് ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച്. ദെൻ ഗ്രീൻ ഇനീഷ്യേറ്റീവ് അത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയാണ്. ദീസ് ആർ ഓൾ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ്. ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ആണ്. അപ്പോൾ ഒരു ഗ്രീൻ എക്കോണമി ആയിട്ട് മാറാൻ വേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ആവശ്യമായിട്ടാണ് ഈ ഗ്രീൻ ഇനീഷ്യേറ്റീവ്. പിന്നെ ഗ്രീനിങ് ദ ബ്ലൂ ഇനീഷ്യേറ്റീവ് ദാറ്റ് ഇസ് UN എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്. ദാറ്റ് ഈസ് വേൾഡ് വൈഡ് ആയിട്ട് വാസ്റ്റായിട്ട് ഒരുപാട് ഗ്രീനിങ് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരിക. ഗ്രേറ്റ് ഗ്രീൻ വാൾ ഇനീഷ്യേറ്റീവ്സ് ഇതെല്ലാം ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന പരിപാടികളാണ്. ഗ്രീനിങ് ഇനീഷ്യേറ്റീവ്സ് വിച്ച് ആർ എയിംഡ് അറ്റ് കമ്മിങ് ബാക്ക് ടു ദ ഗ്രീൻ. പിന്നെ ഗ്ലോബൽ ആൻഡ് ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ്, ഗ്രീനിങ് എഡ്യൂക്കേഷൻ പാർട്ട്ണർഷിപ്പ്, പാരീസ് എഗ്രിമെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച്. സോ ദ റീസെൻറ്റ് വൺ ഈസ് ദ പാരീസ് എഗ്രിമെൻറ്റ്. അവിടെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരുപാട് ടോക്സ് നടക്കുന്ന, എങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തിനെ തടയാം, അത് വന്നാൽ തന്നെ നമുക്കതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതാണ് പാരീസ് എഗ്രിമെൻറ്റ്. ഗ്രീൻ ഇന്ത്യ മിഷൻ, ഗ്രീൻ ഇന്ത്യ മിഷൻ്റെ ഭാഗമായി വനം വകുപ്പ് ഗ്രീൻ ഇന്ത്യ മിഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. വാസ്റ്റ് ഏരിയാസ് നമ്മൾ ഗ്രീനിങ്, ദാറ്റ് ഈസ് പ്ലാന്റിംഗ് ഓഫ് ട്രീസ്, ഫോറസ്റ്റേഷൻ ആക്ടിവിറ്റീസ് ഗ്രീൻ ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് വനം വകുപ്പും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ക്രെഡിറ്റ് ഫോർ ഇൻഡസ്ട്രീസ്, നമ്മൾ ഇൻഡസ്ട്രീസിനോട് പറയും നിങ്ങൾ റിന്യൂവബിൾ ആയിട്ടും പൊല്യൂഷൻ കുറവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് എൻ ഇൻസെൻറ്റീവ്. അതാണ് ഗ്രീൻ ക്രെഡിറ്റ് ഫോർ ദി ഇൻഡസ്ട്രീസ്. പിന്നെ PM പ്രണാം യോജന ഫാർമേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ ഗ്രീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോബർധൻ യോജന. ദെൻ ഗ്രീൻ മിഷ്ടി, ദർ ഇസ് എ സ്കീം നോൺ ആസ് മിഷ്ടി which is mangrove reforestation, and in fact I am one of the implementing officer for മിഷ്ടി. അപ്പോൾ ഈ മിഷ്ടി സ്കീമിൽ നമ്മൾ കണ്ണൂർ വൈഡ് ആയിട്ട് മാംഗ്രൂവ് അഫോറസ്റ്റേഷൻ നടത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഓൺഗോയിങ് പ്രോജക്റ്റ്, സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റ് ആണ്. നമ്മൾ കണ്ണൂരിൽ എൻ്റെ വിങ് ആണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ വൈഡായിട്ട് ഇപ്പോൾ മാംഗ്രൂവ് അഫോറസ്റ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മിഷ്ടിയുടെ ഭാഗമായിട്ട് മാംഗ്രൂവ് അഫോറസ്റ്റേഷൻ ഉണ്ട്, ടൂറിസം ആക്ടിവിറ്റീസ് ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം, ഈ ഗ്രീൻ എക്കോണമി ഡെവലപ്പ് ചെയ്യാനും ഗ്രീനിങ് ആക്ടിവിറ്റീസും ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം. മിഷൻ ലൈഫ്, റാംസാർ സൈറ്റ്സ്, നമ്മളിപ്പോൾ ഒരുപാട് ന്യൂ റാംസാർ സൈറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. റാംസാർ അത് വെറ്റ്ലാൻഡ് ഏരിയ കൺസർവേഷന് വേണ്ടിയിട്ടാണ് റാംസാർ. ആൻഡ് ഇൻഫാക്ട് വി ഹാവ് ആഡഡ് സിൻ 2014 വി ഹാവ് ആഡഡ് 49 ന്യൂ റാംസാർ സൈറ്റ്സ്. ബ്ലൂ ഫ്ലാഗ് ബീച്ചസ്, അപ്പോൾ റീസെൻ്റ്ലി കാപ്പാട് ബീച്ചിനും ചാൽ ബീച്ചിനും ബ്ലൂ ഫ്ലാഗ് ടാഗ് കിട്ടിയിട്ടുണ്ട്. വൈ? ബിക്കോസ് they are doing lot of biodiversity conservation activity. In fact, എൻ്റെ വിങ് കേരള വനം വകുപ്പിൻ്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ചാൽ ബീച്ച് കണ്ണൂരിൽ ടർട്ടിൽ ഹാച്ചറി വി ഹാവ് എക്സിക്യൂട്ടഡ് ഇറ്റ് ആൻഡ് വി ആർ ക്യാരിങ് ഔട്ട് ലോട്ട് ഓഫ് ഗ്രീനിങ് ആക്ടിവിറ്റീസ്. അതും കൂടി നമ്മുടെ ചാൽ ബീച്ചിന് ഈ ബ്ലൂ ഫ്ലാഗ് ടാഗ് കിട്ടാൻ സഹായിച്ചു. പ്രൊജക്ട് സഹ്യാദ്രി ഉണ്ട്, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനായിട്ട് ഒരുപാട് ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ് നമ്മൾ നടത്തുന്നുണ്ട്. അർബൻ ഗ്രീൻ കവർ മോണിറ്ററിങ്, അത് നമ്മൾ NGOs ആയിട്ടും
സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് അർബൻ ഗ്രീൻ കവർ മോണിറ്ററിംഗ് നടത്തുന്നത്, ബേർഡ് വാച്ചിങ്, ബയോഡൈവേഴ്സിറ്റി സർവേസ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലോക്കൽ ലെവലിൽ സിറ്റിസൺസിനെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരുപാട് പരിപാടികളാണ്. ദാറ്റ് ഈസ് ഹൗ വി ആർ കമ്മിങ് ബാക്ക് ടു ഗ്രീൻ അറ്റ് ദ ലോക്കൽ ലെവൽ. ഗ്ലോബൽ ലെവൽ നിങ്ങൾ കണ്ടു, UN ലെവലിലുള്ള ആക്ടിവിറ്റീസ്. ഇതൊക്കെ നമ്മുടെ തലത്തിൽ ലോക്കലായിട്ട് സിറ്റിസൺസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ആണ് ഫോർ ഗ്രീനിങ്, ദാറ്റ് ഈസ് ഫോർ കമ്മിങ് ബാക്ക് ടു ഗ്രീൻ. ഇനി കേരളത്തിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഈസ് ഡൂയിങ് എക്സ്റ്റെൻസീവ് ആക്ടിവിറ്റീസ് അലോങ് വിത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, BMCs, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പഞ്ചായത്ത് ലെവലിൽ ആ പഞ്ചായത്തിലുള്ള ഫ്ലോറ ഫോണ, വൃക്ഷ സമൃദ്ധിയും അവിടുത്തെ തന്നെ പക്ഷി മൃഗാദികളുടെ ഡൈവേഴ്സിറ്റിയും റെക്കോർഡ് ചെയ്യുന്ന ഒരു രജിസ്റ്റർ ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ. ഇറ്റ് ഈസ് ഡൺ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്. ഇതെല്ലാം നമ്മൾ എന്തിനാ സഹായിക്കുന്നത്? നമ്മുടെ കയ്യിൽ എന്താണ് സമ്പത്തുള്ളത്, അതിനെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളത് അറിയാൻ പറ്റും. നമ്മൾ ഡോക്യുമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ നമ്മൾ സംരക്ഷിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റുഡൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് എക്കോളജിക്കലി അവെയർ ആക്കാം, എങ്ങനെ ആ ഒരു ഗ്രീൻ കൺസെപ്റ്റ് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ള പല പല പരിപാടികളാണ് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ പ്രോഗ്രാംസ് ആണ് ഇതെല്ലാം. Now coming to my department, കേരള വനം വന്യജീവി വകുപ്പ് സിറ്റിസൺ സെൻട്രിക് ആയിട്ട് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് വിദ്യാവനം, നിങ്ങൾ സ്കൂൾ കുട്ടികളുമായി ചേർന്ന് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം എല്ലാ സ്കൂളുകളിലും നമ്മൾ വിദ്യാവനം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ മിയാവാക്കി ഫോറസ്റ്റ്. ഇപ്പൊ ഇത്തവണ നമ്മൾ ചെയ്ത പേരാമ്പ്രയിലൊരു സ്കൂളിൽ നമ്മൾ നല്ലൊരു വിദ്യാവനം റെഡിയാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മളൊരു 3-4 വിദ്യാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂൾ കുട്ടികളായിരിക്കും അത് നട്ട് അതിനെ പരിപാലിക്കുക. പല സ്ഥലങ്ങളിലും ആ സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി വി ഡിഡ് എ ബട്ടർഫ്ലൈ പാർക്ക് ഇൻ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അവിടുത്തെ NSS വോളണ്ടിയേഴ്സ് ആണ് കംപ്ലീറ്റ്ലി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദീസ് ആർ ഓൾ ദ സ്മോൾ ആക്ടിവിറ്റീസ് അറ്റ് ലോക്കൽ ലെവൽ. നമ്മൾ കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു ഗ്രീനിങ് ഡ്രൈവ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണിത്. സ്കൂൾ നഴ്സറി യോജന, അതും ഞങ്ങൾ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗവും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സ്കൂൾ കുട്ടികളെ കൊണ്ട് തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ഒരു നഴ്സറി എങ്ങനെ ഉണ്ടാക്കാം, അതിന്ന് തൈകൾ ഇൻഡിജിനസ് ആയിട്ടുള്ള സ്പീഷീസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, നടുന്നതുവരെ എല്ലാ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് സ്കൂൾ നഴ്സറി യോജന. കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ ആ ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ ആ ഒരു ഫീൽ വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ടു ദം. ടീം ബേസ്ഡ് ഗാർഡൻസ്, പല സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ കുട്ടിവനം, മധുരവനം, ബട്ടർഫ്ലൈ ഗാർഡൻസ്, മെഡിസിനൽ ഗാർഡൻസ്, നക്ഷത്രവനങ്ങൾ, ഇതെല്ലാം കേരള വനം വന്യജീവി വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. ദീസ് ആർ ഓൾ ദ പാർട്ട് ഓഫ് അർബൻ ഗ്രീനിങ്. ആൻഡ് ഇതെല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. സ്കൂൾ കുട്ടികൾ, കോളേജിലെ കുട്ടികളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. സോ ദീസ് ആർ ഓൾ ദ സ്മോൾ ലോക്കൽ ഇനീഷ്യേറ്റീവ്സ് വി ആർ ഡൂയിങ്. ആൻഡ് റോഡ് സൈഡ് പ്ലാന്റിംഗ്, ഹ്യൂജ് ആയിട്ട് നമ്മൾ ഈ NHAIൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഗ്രീനിങ് ഇനീഷ്യേറ്റീവ്സ്, പ്ലാന്റ്സ് റോഡ് സൈഡ്സിലും അല്ലാതെ ലാൻഡുകളൊക്കെ എടുത്ത് ബാരനായി കിടക്കുന്ന ലാൻഡുകൾ, ഡീഗ്രേഡഡ് ആയി കിടക്കുന്ന ലാൻഡുകളിലൊക്കെ നമ്മൾ ഒരുപാട് വൃക്ഷത്തൈകൾ നട്ട് ആ ലാൻഡിനെയൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. മാംഗ്രൂവ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. കണ്ണൂർ എക്സ്പെഷ്യലി മാംഗ്രൂവ് ഏരിയാസിലൊക്കെ ഒരുപാട് പ്ലാന്റിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൺസർവ് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഗ്രാമഹരിത സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് വനം വകുപ്പ്. ഈ ഗ്രാമഹരിത സമിതിയിൽ അതാത് പഞ്ചായത്തിലെ ആൾക്കാരെ കൂട്ടി ആ ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ കൺസർവ് ചെയ്യാം, അവർക്കും ഒരു ലൈവ്ലിഹുഡ് ആവും. അതിന് പുറമെ അവർ നമ്മളെ ആ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാൻ സഹായിക്കും. പ്ലാന്റിങ് ആക്ടിവിറ്റീസ്, വേരിയസ് എക്സ്റ്റൻഷൻ, കൺസർവേഷൻ മെസ്സേജസ് കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് കേരള വനം വന്യജീവി വകുപ്പ് നടത്തി വരുന്നുണ്ട്. വനമിത്ര അവാർഡ് ഇസ് ആക്ച്വലി മോട്ടിവേഷൻ ഫോർ പീപ്പിൾ ഹു ലവ് പ്ലാന്റിംഗ് ട്രീസ്. ഇത്തവണ കോഴിക്കോട് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിക്കാണ്. പുള്ളിക്കാരി എന്താണെന്ന് വെച്ചാൽ വോളണ്ടറി ആയിട്ട് തൈകൾ വീട്ടിലുണ്ടാക്കി നടുന്നുണ്ട്, ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. സോ എ സ്മോൾ ഗേൾ, നിങ്ങളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഇത്തവണ കോഴിക്കോടിലെ വനമിത്ര അവാർഡി. ദാറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ചെറിയ കുട്ടി, ഒരു പെൺകുട്ടി വാങ്ങുന്നത് ഫസ്റ്റ് ടൈമാണ് കേരളത്തിൽ. മീൻസ്
ഷീസ് ഇൻ ടു ഇറ്റ്. ഗ്രീനിങ് ഇനീഷ്യേറ്റീവിൽ ഷീസ് ഇൻ ടു, അഞ്ജന എന്നാണ് പേര്. ആ പെൺകുട്ടിക്കാണ് തവണ വനമിത്ര അവാർഡ് മന്ത്രിയായിരിക്കും കൊടുക്കുക. സച്ച് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആക്ച്വലി ഷുഡ് കം ഫ്രം ദ കിഡ്സ്, സോ ഷീ ക്യാൻ ബി എ റോൾ മോഡൽ. അപ്പം ഇങ്ങനത്തെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സെന്ന ഇറാഡിക്കേഷൻ ആൻഡ് ലന്താന ഇറാഡിക്കേഷൻ പ്രോഗ്രാം, വയനാട് വന്യജീവി സങ്കേതത്തിൽ നമ്മൾ ഈ സെന്ന എന്ന് പറഞ്ഞൊരു ഇൻവേസീവ് സ്പീഷീസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് വയനാട് വന്യജീവി സങ്കേതവും വയനാട് ആ ഭാഗങ്ങളിൽ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അതൊരു യെല്ലോ കളർ ഫ്ലവർ കൊന്ന പോലെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഇറാഡിക്കേഷൻ, അത് ഭയങ്കര ഇൻവേസീവ് സ്പീഷീസാണ്. അത് വളരുന്ന സ്ഥലത്ത് വേറെ ഒരു തൈകളും വളരില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈവൺ ആനിമൽസിൻ്റെ ഉള്ള ബേസിക് ഫോറേജ് റിക്വയർമെൻറ്റ് പോലും കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളയും, സോ ദാറ്റ് ദ പ്ലാന്റ് ഇസ് ഡെഡ്. എന്നിട്ട് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാണ്. സെന്ന ഇറാഡിക്കേഷൻ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വയനാട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലന്താന ഇറാഡിക്കേഷൻ, പൂച്ചെടി, നല്ല കളർഫുൾ ആയിട്ടുള്ള പൂ ഉണ്ടല്ലോ, അതും വളരെ ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസാണ്. അപ്പോൾ വന്യജീവി സങ്കേതത്തിൽ ഈ ലന്താനി നമ്മൾ അപ്രൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ മറച്ചു വെക്കും, സോ ദാറ്റ് അത് പിന്നെയും വരാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ KFRI, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് സെന്ന ഇറാഡിക്കേഷനും ലന്താന ഇറാഡിക്കേഷൻ ആക്ടിവിറ്റീസും വയനാട് വന്യജീവി സങ്കേതത്തിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കടലുണ്ടി വള്ളിക്കുന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊരു കമ്മ്യൂണിറ്റി റിസർവാണ്. ജനങ്ങളുമായി ചേർന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റിസർവാണ്. ജൈവ വൈവിധ്യ സംരക്ഷണം ആഗോളതലത്തിൽ നിന്നും പ്രാദേശിക തലത്തിലേക്ക് എന്ന വിഷയത്തെ അധികരിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം കൺസർവേറ്റർ R. കീർത്തി IFS. ഇനി ഈ ഗാനം. തെക്കുംകല്ലത്തു വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തുനിന്ന് കളി വിളയാടട്ടെ. വടക്കുംകല്ലത്തു വാഴുന്ന പൊന്നു ഭഗവതിയേ, ഞാനിടത്തുനിന്ന് കളി വിളയാടട്ടെ. പള്ളിവാളും ഭദ്രവട്ടകുമായി നിൻ തിരുമുമ്പിൽ വന്ന് കളി തുടങ്ങാം. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ല ചേലും മറന്നിടാം. മറന്നിടുക ശ്രീധന മുതല് വേറെയുണ്ടേ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ പടിഞ്ഞാറു നടയിൽ വാളാറു കല്ലറയിൽ ഏഴര വട്ടി വിത്തവിടെ കിടപ്പതുണ്ടേ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ അതിൽ നിന്നും മരവട്ടി വിത്ത് അകത്തോരു ശ്രീദാനമായി തരിക വേണം വടക്കും കുലം വാഴും നല്ല പൊന്നച്ഛനെ. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ നെല്ലൊന്നും വിത്തൊന്നുമല്ല എന്നുടെ പൊന്മകളെ, ആ വിത്ത് സുരവിത്തെന്നാണ് അതിന്റെ പേര്. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ കുട്ടികളുടെ പങ്ക് എന്ന വിഷയത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP മഞ്ജു.
എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നമുക്ക് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്, BMC എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് യോഗങ്ങളൊക്കെ കൂടാറുണ്ട്. അപ്പോൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ മുമ്പൊക്കെ മിക്കവാറും പ്രായം ചെന്നവരായിരിക്കും, റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകർ. അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും, വളരെ താല്പര്യത്തോടെ ഒരുപാട് അറിവുള്ള ആളുകളാണ്, അവർ ചെയ്യും. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ യുവാക്കൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ചെങ്ങോട്ടുകാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഞ്ചായത്തുണ്ട് കോഴിക്കോട്, കൊയിലാണ്ടി അതിനടുത്ത്, അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ആ BMCയിൽ ചെറിയൊരു കുട്ടിയുണ്ട്, ഇപ്പോൾ +2 കഴിഞ്ഞൊരു മോളുണ്ട്, ശിവാനി എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി സംസാരിക്കുന്നത് കേട്ടാൽ നമ്മളൊന്നും അല്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. അത്രയും ആ കുട്ടി വർക്ക് ചെയ്യാൻ ഇൻ ദ സെൻസ് വോളണ്ടറി ആയിട്ട് സ്വയമേ താല്പര്യപ്പെട്ട് വർക്ക് ചെയ്യുന്നത് പൊയിൽക്കാവ് എന്ന് ഒരു കാവ് കേട്ടിട്ടുണ്ടോ, സീക്രട്ട് ഗ്രോസ്, ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കാവാണ്. ആ കാവില് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആ കുട്ടി കാവിനോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയതാണ്. കാവിലുള്ള ഓരോ കുഞ്ഞൈറ്റത്തെയും കുട്ടിക്ക് അറിയാം, സസ്യമായാലും ജന്തുജാലങ്ങളായാലും അതിൻ്റെ മണ്ണിനെ പറ്റി ഒക്കെ കുട്ടിക്ക് അറിയാം. അങ്ങനെയുള്ള കുട്ടികളെ, യുവത്വങ്ങളെയാണ് നമുക്കിപ്പോൾ ഇത്തരം കമ്മിറ്റികളിലേക്ക് ആവശ്യം. കാരണം അവർ പ്രായം ചെന്ന ആളുകളിലേക്കാളും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ എനർജി നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യുവാക്കളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികൾക്കായിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം അവർ പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശലഭോദ്യാനം പോലെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കണ്ണ് തുറന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് പ്രകൃതി പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ റീസെൻ്റ്ലി വയനാടായാലും ഒരുപാട്, വയനാട് മാത്രമല്ല പല പ്രകൃതി പ്രശ്നങ്ങൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഇടപെടുക എന്നുള്ളതാണ്. ഇത്തരം ഒരുപാട് ക്ലബ്ബുകളുണ്ട്, നിങ്ങളുടെ സ്കൂളുകളിലില്ലേ സയൻസ് ക്ലബ്ബ്, ലൈക്ക് എക്കോ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ക്ലബ്ബിന് മികച്ച ക്ലബ്ബിനുള്ള അവാർഡ് അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് പ്രോജക്റ്റുകൾക്കുള്ള ഫണ്ട് ഒക്കെ കൊടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ബയോഡൈവേഴ്സിറ്റി ക്ലബിൻ്റെ പ്രോഗ്രാമിൽ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം പറയുന്ന ഒരു കാര്യം എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ എല്ലാ ദിവസവും അവരുടെ ഒരു നോട്ടീസ് ബോർഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കൂളുകളിലൊക്കെ, അവിടെ ഒരു ടേബിൾ വെച്ചിട്ട് അതിൽ ഒരു സസ്യത്തിനെ അവരവിടെ ഒരു ചട്ടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസത്തേക്ക് ഒരു പ്ലാന്റിനെ, ഏതെങ്കിലും ഒരു പ്ലാന്റ് കുട്ടികളെ അസൈൻഡ് ആയിരിക്കും ആ വർക്ക്, അവർ ആ ഒരു പ്ലാന്റിനെ കൊണ്ട് ചുമ്മാ കുത്തി വെക്കാറുണ്ട്. ആ പ്ലാന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് ഒരു പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വളരെ കീ പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒട്ടിച്ച് വെക്കും. ഒട്ടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പീസ് ചെടി അവിടെ കൊണ്ട് നടുന്ന കുട്ടി എന്ന് പറയുന്നത് ആ ചെടിയെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചൊരു കുട്ടിയായിരിക്കും. അവർ മനസ്സിലാക്കുക നമുക്കിപ്പോൾ പഠിക്കാൻ ഇതിന് മാത്രം പ്രയാസമൊന്നുമില്ല, നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, AI ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ കൊടുത്താൽ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. വളരെ ഹൃദിസ്ഥമാക്കി അവിടെ കൊണ്ട് പ്ലാൻ ചെയ്യുന്നു. ആ കുട്ടി ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബിലെ കുട്ടികളാണ് അത് ചെയ്യുന്നത്. അവരും അവരുടെ ഗ്യാങ്ങും, ലൈക്ക് ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബിൽ 20-25 കുട്ടികളാണ് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉണ്ടാവുക. അവർ പഠിക്കുകയും അതിനെപ്പറ്റി കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ആ കോളേജിലെ ഓരോ വിഭാഗത്തിലെയും കുട്ടികൾ അവിടെ വന്ന് അതൊന്ന് നോക്കി പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ നമ്മുടെ ചുറ്റുപാടുമുള്ള ജൈവ വിഭവങ്ങളെ പരിചയപ്പെടാനും അത് പകർന്നു കൊടുക്കാനും, ഇപ്പോൾ ആ കുട്ടി പഠിക്കുക എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ആ കുട്ടി മാത്രമായിരിക്കില്ല പഠിക്കുക, ആ കുട്ടിയുടെ വീട്ടിലും അതിനെ പറ്റിയിട്ട് ഒരു ടോക്ക് ഉണ്ടാവും, നമ്മൾ സംസാരിക്കും. ഇതാണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ ഹെക്ടിക് ആയിട്ടുള്ള ജോബ് നിങ്ങളുടെ അക്കാഡമിക്കിൻ്റെ ഇടയിലൂടെ നമുക്ക് കുത്തിക്കയറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി നേരത്തെ ശിവാനീനെ പറഞ്ഞതുപോലെ കൂടെ വളരുക എന്നുള്ളതാണ്, പ്രകൃതിയുടെ കൂടെ വളരുക എന്നുള്ളതാണ് നമ്മൾ പ്രകൃതി പഠനത്തിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സീക്രട്ട് ഗ്രോസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഇത്തരത്തിലുള്ള സീക്രട്ട് ഗ്രോസ്, കാവുകൾ. ഇപ്പം ആരാധനയുടെ ഭാഗമായിട്ടായാലും എന്തായാലും ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അധികം ആളുകൾ ടച്ച് ചെയ്യില്ല ചില പ്രദേശങ്ങളെങ്കിലും എന്നുള്ള നിലയ്ക്ക്. സ്റ്റിൽ അതിന് കാര്യമായിട്ടുള്ള ശോഷണങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന പദ്ധതിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ബോർഡ് അതിന് ഫണ്ട് കൊടുത്ത്, ഈ പൊയിൽക്കാവിനാണ് ഇത്തവണ ഫണ്ട് കിട്ടിയിരിക്കുന്നത്, ഒരു 5 ലക്ഷം രൂപയുടെ ഫണ്ട് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം കാവിന് കൃത്യമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്, കാവിൻ്റെ തനതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അത് പുറത്തുള്ള എല്ലാ സസ്യങ്ങളും അവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്താലോ
ഒന്നും അവിടെ പിടിച്ചോളണമെന്നില്ല. കാവിന് കാവിൻ്റേതായിട്ടുള്ളൊരു മോഡലുണ്ട്, അതിൻ്റേതായ സ്വഭാവമുണ്ട്, അതിൻ്റെ മാതൃകയിലേ അത് വളരുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ബാറ്റ്സ് എന്ന് പറയുന്നത്. ബാറ്റ്സ് അധികം കാവുകളിൽ നിവസിക്കുന്ന ഒരു വിഭാഗം കൂടിയാണല്ലോ ഈ ബാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്റ്സിനെ കൊണ്ട് ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം, കുറച്ച് വർഷം മുന്നേ നിപ്പ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ കാവ് സംരക്ഷണം, കാവിൻ്റെ റെസ്റ്റോറേഷൻ, എന്തിനാണ് കാവ് സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണോ? ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പും നമ്മുടെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോരെ എന്നുള്ളൊരു ഭാവത്തിൽ. അപ്പോൾ ഈ നടക്കുന്ന അല്ലെങ്കിൽ ഓടുന്ന ജീവികളെക്കാളും എനർജി വേണ്ടതാണ് ഇത്തരത്തിലുള്ള ഹോട്ട് ബ്ലഡഡ് ആയിട്ടുള്ള ഇത്തരം പറക്കുന്ന ജീവികൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, നന്നായിട്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അക്കാഡമിക്കലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെല്ലാം ഒരു ദിവസം മുഴുവൻ ചെയ്താലും പ്രോപ്പർ റെസ്റ്റ് കിട്ടിയാലേ നമുക്കൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ഉണ്ടാവുള്ളൂ. നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയാലേ നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാവ് പോലെയുള്ള അല്ലെങ്കിൽ കുറ്റിക്കാട് പോലെയുള്ള സ്ഥലങ്ങൾ നശിക്കുമ്പോൾ ഇത്തരം ജീവജാലങ്ങൾക്ക് അവരുടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് നഷ്ടപ്പെടുകയാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ കുട്ടികളുടെ പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP മഞ്ജു സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നാളെ വൈകുന്നേരം വയലും വീടും പരിപാടിയിൽ കായണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡുമായി ചേർന്ന് നടത്തിയ ജൈവ വൈവിധ്യ ദേശീയ സെമിനാറിൽ പ്രാദേശിക ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ പക്ഷി നിരീക്ഷകൻ ഡോക്ടർ അബ്ദുള്ള പാലേരി നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത ഭാഗങ്ങൾ കേൾക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. അവതരണം വിനോദ് കിഴേടത്ത്. ോ